ബാലൻ നല്ല കിടിലം പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ സിനിമ. ഈ പടത്തിന്റെ പ്രൊമോഷൻ സമയത്ത് പ്രിയൻ സാറ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, 2 വർഷത്തിനിടയിൽ അദ്ദേഹം കണ്ട ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് എന്നുള്ളത്. റീസെന്റ് എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കുറെ കൊല്ലങ്ങളായിട്ട് ഞാൻ കണ്ട സിനിമകളിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലനാണ്. ഇപ്പൊ ചില സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള സിനിമയായിരിക്കും, നമ്മൾ ലോജിക്കൊക്കെ മറന്നിട്ട് സിനിമയാണ്, അപ്പൊ അത് സിനിമയായിട്ട് മാത്രം കാണുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഇനി കലാമൂല്യമുള്ള ഒരു സിനിമയുണ്ട്, നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് കലാമൂല്യമുള്ളൊരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. ബാലനിനകത്ത് ചിദംബരം ചെയ്തു വെച്ചിരിക്കുന്നത് അമ്മാതിരി ഒരു പരിപാടിയാണ്. പെർഫോമൻസ് ആയിക്കോട്ടെ, മേക്കിംഗ് ആയിക്കോട്ടെ, അതായത് ഈ സിനിമയുടെ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും, അതിപ്പോൾ ഡയറക്ഷൻ മുതൽ ഒരു ലൈറ്റ് ബോയ് വരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ബെസ്റ്റ് ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ്, ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം പെർഫോമൻസ് ആണ്. അതായത് ചുമ്മാ വന്നു പോകുന്ന, ക്യാമറയ്ക്ക് മുന്നിലേക്ക് ചുമ്മാ വന്നു പോകുന്ന ഒരു റോള് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അവരുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തിട്ടാണ് പോയേക്കുന്നത്. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി പെർഫോമൻസ് ഞാൻ കണ്ടൊരു സിനിമ മലയാളത്തിൽ അടുത്തൊന്നും വന്നിട്ടില്ല, പേരെടുത്ത് തന്നെ പറയാം. ഏറ്റവും ആദ്യം എനിക്ക് പറയേണ്ടത് ബാലനായിട്ട് അഭിനയിച്ച, അല്ലെങ്കിൽ ഈ സിനിമയിലെ ഏറ്റവും മെയിൻ റോൾ ചെയ്തിരിക്കുന്ന നമ്മുടെ, അവനൊരു പേര് എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല, അതായത് ക്യാരക്ടറിനൊരു അതെനിക്ക് സിനിമ കാണാൻ മനസ്സിലാവും എന്തുകൊണ്ടാണെന്നുള്ളത്. ആ പരിപാടി ചെയ്തു വെച്ചിരിക്കുന്ന ആ പയ്യൻ, എൻ്റെ പൊന്നോ ചെക്കന് എന്ത് പെർഫോമൻസ് ആണ്. അവൻ്റെ പേര് അതിശേഷൻ എന്നാണ്. കിടിലൻ പെർഫോമൻസ് ആണ് കേട്ടോ അവൻ്റെ. അതായത് അവൻ അത്ര പ്രായമൊന്നുമില്ല, ഒരു 5-6 വയസ്സുള്ള പയ്യനാണ്. അവനത് പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകാണ്ട് അവനും അവൻ്റെ അമ്മയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഫർസാന, അയ്യോ എന്ത് ഇങ്ങനെ പെർഫോം ചെയ്യും ആൾക്കാർ വന്നിട്ട്. ഇവരുടെയൊക്കെ ആദ്യത്തെ പടമാണ്, പക്ഷേ എന്ത് കിടിലമായിട്ടാണ് വന്ന് പെർഫോം ചെയ്യുന്നത് എല്ലാവരും. ഈ ബാലനായിട്ട് അഭിനയിച്ച് ഈ പയ്യനായിക്കോട്ടെ, ഇവരുടെ തുടക്കം തന്നെ, സിനിമയുടെ തുടക്കം മുതൽ തന്നെ നമ്മൾ 2 ക്യാരക്ടേഴ്സിലേക്ക് നമ്മൾ ഇന്നാകുന്നുണ്ട്. അവരുടെ ഇമോഷൻസ്, ഇവർക്കിടയിൽ വരുന്നൊരു ബോണ്ടിങ് നമ്മളുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ആ കണക്ഷൻ പടം തീരുന്ന വരെ ത്രൂ ഔട്ട് നമുക്ക് അങ്ങനെ തന്നെ കിട്ടും, ഒരു പൊടി പോലും താഴേക്ക് പോകത്തേ ഇല്ല. 2 പേരുടെയും പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കിടുവാണ്. ഈ ഫർസാനയുടെ ക്യാരക്ടറിനകത്ത് അവർക്കും ക്യാരക്ടറിന്റെ പേര് പറയുക എന്ന് പറയുന്നത് പറ്റത്തില്ല. അപ്പോൾ ഇവരുടെ 2 പേരുടെയും പെർഫോമൻസ്, ഇവർക്ക് ലൈഫിൽ ഉണ്ടാവുന്ന അപ്പ് ആൻഡ് ഡൗൺസ്, അല്ലെങ്കിൽ ഇവർക്കുണ്ടാവുന്ന ഇമോഷൻസ്, ഇത് 2 പേരും കൂടെ അങ്ങ് കിടിലമാക്കി അങ്ങ് വെച്ചേക്കുക. അതേപോലെ തന്നെ സിനാൻ എന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ കുറച്ച് മുതിർന്ന് വരുമ്പോഴത്തേക്കുള്ള ഒരു ക്യാരക്ടറുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും. അവൻ്റെയും പെർഫോമൻസ്, എൻ്റെ മോനെ പിള്ളേരൊക്കെ അങ്ങ് പൊള്ളിച്ചടിക്കുകയാണ്. ഗണപതിയാണെന്ന് തോന്നുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ, ഏറ്റവും അധികം കാസ്റ്റിംഗ് ഡയറക്ടറിന് ഒരു കൈയ്യടി കൊടുക്കണം. പിന്നെ ബാക്കി പെർഫോമൻസ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ടോവിനോയുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോളൊന്നായിരിക്കും അബ്ബാസ്. ടോവിനോ അത്രയും ഗംഭീരമായിട്ട് അബ്ബാസിനെ ചെയ്തിട്ടുണ്ട്. അതായത് ബോഡി ലാംഗ്വേജിൽ പോലും അബ്ബാസ് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ടോവിനോ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ടോവിനോയുടെ റീസെന്റ് ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം അത്ര ഓർത്ത് വെക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഒന്നും പുള്ളിക്ക് വന്നിട്ടില്ല. പക്ഷേ ഇതിനകത്ത് അബ്ബാസിന്റെ ക്യാരക്ടർ ടോവിനോ കിടൂന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളം അടിച്ചിട്ടുള്ള ടോവിനോയുടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഈ പടത്തിനകത്ത്. ഒരു ആ വെള്ളം അടിച്ച് പുള്ളി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ സാധനം കറക്റ്റായിട്ട്, അതായത് ആ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറിന്റെ പരിപാടി കറക്റ്റായിട്ട് പുള്ളി ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ലാൽ ജൂനിയർ, ഒരു പോലീസുകാരൻ, ആ പോലീസുകാരൻ്റെ പരിപാടി, അതായത് ഒരു സാധനം ഉണ്ടായിരുന്നു പുള്ളിയുടെ ക്യാരക്ടറിനകത്ത് ഒരു ഷെയ്ഡ് ഉണ്ട്. ആ ഷെയ്ഡ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, എൻ്റെ മോനെ കിടിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം. ഗിരീഷ് ഷെയ്ഡിയുടെ ക്യാരക്ടർ ആണെങ്കിലും നമുക്കറിയാവുന്ന ഗിരീഷ് ഷെഡ്ഡി ഡയറക്ടർ മാത്രമാണ്, പക്ഷേ ഗിരീഷ് ഷെഡ്ഡിയൊക്കെ ഇതേപോലെ വന്ന് അഭിനയിക്കുന്നതൊക്കെ നമുക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഒരു അമ്മച്ചിയുണ്ട്, എടുത്ത് പറയേണ്ട സാധനം അമ്മച്ചിയാണ്. ഇതിൻ്റെ നമ്മുടെ ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞ ഈ അമ്മച്ചിയാണ് ഈ പടത്തിൽ പറയുന്നത്. ആ അമ്മച്ചിയുള്ളൊരു പോർഷൻ എന്ത് കിടിലമായിട്ടാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നറിയോ. ഇവരേക്ക് എവിടുന്ന് തപ്പിക്കൊണ്ട് വന്നെന്നുള്ളതാണ് നമുക്കറിയാത്തത്. എന്ന് വെച്ചാൽ ആ അമ്മച്ചിയുള്ള മൊമെന്റ്സിൽ നമുക്ക് കുറച്ച് ചിരി വരും, നമുക്ക് കുറച്ച് ആ മീറ്റർ കുറച്ച് ഹൈ ആണ്. അമ്മച്ചിയുള്ള കുറച്ച് സംഭവങ്ങൾ ഭയങ്കര രസമാണ്. ആ അമ്മയുടെ പെർഫോമൻസ്, എനിക്ക് തോന്നുന്നു ആ അമ്മച്ചിക്ക് എങ്ങനെ പോലും 10-75-80 വയസ്സ് പ്രായം ഉണ്ടാവും. ഈ സമയത്തൊക്കെ ഇതേപോലൊരു ക്യാരക്ടർ ഇത്ര കിടിലമാക്കി ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളിയാണ്. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഒരു പണ്ട് ഒരുപാട് റോൾ ചെയ്തിരുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. അപ്പോൾ അദ്ദേഹം റീസെൻ്റ്ലി സിനിമയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഉണ്ട്. ഇങ്ങനെ അതാണ് ഈ പടത്തിൽ ത്രൂ ഔട്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഒരു ക്യാമറയുടെ മുന്നിലേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് പെർഫോം ചെയ്യുന്ന ഒരു പോലീസുകാരൻ, ഒരു വഴിപോക്കൻ, ഒരു ബാറിൽ വെള്ളമടിക്കുന്ന ആള്, ഏത് ക്യാരക്ടർ എടുത്താലും അവരുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തിട്ടാണ് അവരുടെ ആ ഒരു റോൾ അവിടെ തീർക്കുന്നത്. അത്രയും ഗംഭീരമായിട്ട് എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിദംബരം അറിയാമല്ലോ, പുള്ളി മഞ്ഞുമൽ ബോയ്സിലൂടെ തന്നെ ജാനമനിലൂടെ പുള്ളിയുടെ ഡയറക്ഷൻ സ്കിൽ എന്താണ് നമ്മളെ പ്രൂവ് ചെയ്ത ആളാണ്. പുള്ളി എടുത്തു വെക്കുന്ന ഓരോ സിനിമ, ജാനമൻ എന്ന് പറയുന്ന ഒരു ചെറിയ പടമായിരുന്നു, ഒരു കോമഡി ചെറിയൊരു പടമായിരുന്നു. ഇനി അത് കഴിഞ്ഞ് മഞ്ഞുമൽ ബോയ്സിലേക്ക് പോയപ്പോഴത്തേക്കും കുറച്ചുകൂടെ വലിയൊരു സ്കെയിലിലേക്ക് സംഭവം പോയി, ടെക്നിക്കലി കുറച്ചുകൂടെ പടം വലുതാകാൻ തുടങ്ങി. ഈ ബാലനിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, ടോവിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റാർ വാല്യൂ ഉള്ള ആരും ഈ പടത്തിനകത്തില്ല. പക്ഷേ ക്യാരക്ടറിന്റെ ഡെപ്ത് വെച്ചിട്ട് ചിദംബരം മേക്കിങ്ങിൽ എടുത്ത് വെച്ചേക്കുന്ന ഒരു പരിപാടിയുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു, ജിത്തു മാധവന്റെ സ്ക്രീൻ പ്ലേയിൽ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സുഷീന്റെ മ്യൂസിക്കിനെ പറ്റി പറയാം. ഇപ്പൊ ജിത്തു മാധവന്റെ സ്ക്രീൻ പ്ലേ പറയുമ്പോഴത്തേക്കും കിടിലമായിട്ട് പുള്ളി എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സിന് കൊടുത്തേക്കുന്ന ഡെപ്ത് അപാരമാണ്. ഈ ബാലൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ ക്യാരക്ടർ, ഈ രണ്ട് ക്യാരക്ടേഴ്സും നമ്മളുമായിട്ട് ഇമോഷണലി ഒന്ന് കണക്ട് ആയിട്ട് നമ്മളെ ഹുക്ക് ചെയ്യും. അത് പിന്നെ താഴത്ത് പോകാത്തതുകൊണ്ട് ഈ ക്യാരക്ടേഴ്സിന്റെ ഡെപ്തും അപാരമാണ്. അത് ജിത്തുവിൻ്റെ എഴുത്ത് അത്രയും ഗംഭീരമായതുകൊണ്ടാണ്. ആ എഴുത്ത് എത്രമാത്രം ഗംഭീരമാണോ അതിൻ്റെ 10 ഇരട്ടി മേക്കിംഗ് ക്വാളിറ്റിയിലാണ് നമ്മുടെ ചിദംബരം ഇത് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ സുഷിയുടെ BGM ആയിക്കോട്ടെ, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി നമ്മുടെ ഷൈജു ഖാലിദാണ്. ഷൈജു ഖാലിദിന്റെ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഒപ്പിയെടുത്ത് റിയലിസ്റ്റിക് ആയിട്ട് ഓരോ സാധനങ്ങളും ഒപ്പിയെടുത്ത് വെച്ചേക്കുക. ഈ കൊമേഴ്ഷ്യൽ, ഇതൊരു പക്കാ കൊമേഴ്ഷ്യൽ പടം അങ്ങനെ ആ ലേബലിൽ വന്ന പടമല്ല. നമ്മൾ ആദ്യം ചിന്തിച്ചത് ഒരു ഓഫ് ബീറ്റ് പടമായിരിക്കും എന്നാണ് ചിന്തിച്ചത്. പക്ഷേ ഇതിന്റെ ഫ്രെയിംസ് ഒക്കെ എന്നൊക്കെ പറയാൻ പാടുള്ളൂ. നിങ്ങൾ ഈ പടം OTT വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചുമ്മാ സ്ക്രീൻഷോട്ട് എടുത്താൽ തന്നെ ഫ്രെയിംസ് ഒക്കെ അത്രയും കിഡുവാണ്. കളർ ഗ്രേഡിങ് ആയിക്കോട്ടെ, ഇതിന്റെ മ്യൂസിക് ആയിക്കോട്ടെ. ഇപ്പോൾ ഈ വന്നു പോകുന്ന ഒരു 3 സോങ് ഉണ്ട്. ആ 3 സോങ്ങും ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതിയുണ്ട് കഥയുമായിട്ട്. അത് അത്രയും സൂപ്പർബാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പടത്തിന്റെ ഡയറക്ടർ മുതൽ ലൈറ്റ് ബോയ് വരെ, അല്ലെങ്കിൽ ഈ പടത്തിൽ സഹകരിച്ചിരിക്കുന്ന എല്ലാവരും അവരുടെ ഏറ്റവും ബെസ്റ്റ് ഈ പടത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പെർഫോമൻസ്, ടെക്നിക്കൽ സൈഡ്, എല്ലാം അത്രയും സൂപ്പർബാണ്. പടം ഏതാണ്ട് 2 മണിക്കൂർ 40 മിനിറ്റിന് മുകളിൽ ലെങ്ത് ഉണ്ട്. ഒരു പാർട്ടി പോലും നമ്മളെ ബോറടിപ്പിക്കത്തില്ല. എല്ലാ പോർഷനിലും, അതായത് നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്, സർപ്രൈസുകളുണ്ട്, സസ്പെൻസുകളുണ്ട്, അത്യാവശ്യം ചിരിക്കാനുള്ള വകകളുണ്ട്. ഇമോഷണലി, അതായത് നമ്മുടെ ഒരു സിനിമയായിട്ട് ഇമോഷണലി കണക്റ്റ് ആകുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഏത് ജോണറുള്ള പടം എടുത്താലും ആ പടത്തിലേക്ക് നമ്മൾ ഇന്നായാലും മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ ക്യാരക്ടേഴ്സ് നമ്മളുമായിട്ടൊരു കണക്ഷൻ വേണം. അതിൽ ഈ പടം 100 അല്ല 1000% വിജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ മിസ് ചെയ്യരുത്. ഈ പടം ഞാൻ ഈ പടത്തിന്റെ സ്റ്റോറി എന്താണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ വൺ ലൈൻ എന്താണെന്നോ ഒന്നും പറയുന്നില്ല. ഒരു അമ്മ, ഒരു മകൻ, അവരുടെ ലൈഫാണ് ഈ കാണിക്കുന്നത്. ഈ ലൈഫ് നമ്മളുമായിട്ട് കണക്റ്റ് ആയി കഴിയുമ്പോൾ, തിയേറ്ററിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഒരു സന്തോഷം, കിടു എന്ന് വെച്ചാൽ കിടുപ്പടം. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ മൂവി എൻജോയ് ചെയ്യുക. അതിനുള്ള വകയുണ്ട്. നല്ല കലാമൂല്യമുള്ള, നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ആസ്വദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് ബാലൻ ഫീൽ ചെയ്തത്. ചിദംബരത്തിൻ്റെ വൺ ഓഫ് ദി ഗ്രേറ്റ് വർക്ക്, പറയാണ്ടിരിക്കാൻ പറ്റില്ല, സൂപ്പർ.